തൂങ്ങിമരണമാണ് എന്ന് സ്ഥാപിക്കാൻ. പോസ്റ്റ്മോർട്ടം നടക്കുന്നത് 15-ാം തീയതി 12:40-നും 1:50-നും ഇടയിലാണ്. തലയൊട്ടിക്ക് പരിക്കില്ല, വാരിയലുകൾക്ക് ക്ഷതമില്ല, ഇടത് ശ്വാസകോശത്തിന്റെ മുകൾ ഭാഗം നെഞ്ചിന്റെ ഭിത്തിയോട് ചേർന്ന നിലയിലാണ്. പേശികൾക്കും പ്രധാന രക്തക്കുഴലുകൾക്കും പരിക്കില്ല. അന്നനാളം സാധാരണ നിലയിൽ, കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു, ചുണ്ടുകൾ നീല നിറത്തിലായിരുന്നു, പല്ലുകൾക്കും മോണകൾക്കും കേടില്ല, വിരലിലെ നഖങ്ങൾക്ക് നീല നിറമായിരുന്നു, വയറും മൂത്രാശയവും ശൂന്യമായിരുന്നു, സുഷുമ്നാ നാഡിക്ക് പരിക്കില്ല. മൃതദേഹം തണുത്ത അറയിൽ സൂക്ഷിച്ചിരുന്നില്ല. ഈ 1/2 സെന്റിമീറ്റർ വ്യാസമുള്ള മഞ്ഞ കലർന്ന നിറത്തിലെ പ്ലാസ്റ്റിക് കയർ, അതാണ് കഴുത്തിൽ കെട്ടിയിട്ടിരുന്നത്. കയറിന്റെ നീണ്ട ഭാഗത്തിന് 103 സെന്റിമീറ്റർ നീളം, കയറിന് 30 മീറ്റർ നീളമുള്ള സ്വതന്ത്ര ഭാഗവും ഉണ്ടായിരുന്നു. ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്കായി ശേഖരിച്ചോ എന്നുള്ളത് പോലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടില്ല. അനാസ്ഥയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ട്വിസ്റ്റ് ഉണ്ടാകും. ആ ട്വിസ്റ്റ് CBIയുടെ അന്വേഷണത്തിലൂടെ ഉണ്ടാകണം എന്നുള്ളതാണ് ഞാനും ആഗ്രഹിക്കുന്നത്. സർക്കാർ അതിന് സമ്മതിക്കുന്നില്ല. CBIയോട് ഞങ്ങൾക്ക് പണ്ടേ താല്പര്യമില്ല എന്നൊന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറേണ്ട കാര്യമില്ല. കാരണം പാർട്ടി കുടുംബത്തിൽ നിന്ന് മരിച്ച ആളുടെ ബന്ധുക്കൾ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതിനെ ഇത്രയ്ക്ക് എതിർക്കുന്നത് എന്തിനാണ്?